ലയണൽ മെസ്സി MLS-ൽ കളിക്കുന്ന കാലമത്രയും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ MVP അവാർഡ് ലയണൽ മെസ്സിക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, മുൻ MLS സ്ട്രൈക്കർ ആയിട്ടുള്ള റോബ് എൻഷോ എന്ന താരം പറഞ്ഞിട്ടുള്ളതാണ്. ഇതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലയണൽ മെസ്സിയെ കുറിച്ച്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. രണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് റോബ് എൻഷോ ആരാണ് ഇദ്ദേഹം എന്ന് ആദ്യം നമുക്ക് നോക്കാം. ക്ലബ് കരിയറിൽ 519 മത്സരങ്ങളോളം കളിച്ചിട്ടുള്ള ഒരു താരമാണ് റോബ് എൻഷോ. 216 ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. വെയിൽസ് എന്ന ടീം, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വെയിൽസുകാരൻ ആരാണ്? ഗാരറ്റ് ബെയിൽ എന്ന മുൻ റയൽ മാഡ്രിഡ് താരം. അപ്പൊ അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള വെയിൽസിന് വേണ്ടി താരം കളിച്ചിട്ടുണ്ട്. 59 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 16ഓളം ഗോളുകൾ താരം സ്കോർ ചെയ്തിട്ടുണ്ട്. താരം MLS-ൽ 3 വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടി 40ഓളം മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 2013, 14, 15 ഈ 3 സീസണുകളിലായിരുന്നു താരം MLS-ൽ കളിച്ചിരുന്നത്. ഇപ്പൊ റോബ് എൻഷോ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോ ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ലയണൽ മെസ്സിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുടർച്ചയായി 2 സീസണുകളിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ സീസണായി മാറാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞു MLS-ൽ. ഇത് ലയണൽ മെസ്സിയുടെ ഇമ്പാക്റ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ലയണൽ മെസ്സിക്ക് 2028 വരെയാണ് MLS-ൽ ഇന്റർ മയാമി ആയിട്ട് കോൺട്രാക്ട് ഉള്ളത്. 2028 ആകുന്ന സമയത്ത് ലയണൽ മെസ്സിയുടെ പ്രായം 40 കടന്നിരിക്കും. ആ ഒരു സമയത്തിൽ പോലും ലയണൽ മെസ്സിക്ക് MLS-ൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, പ്ലെയർ ഓഫ് ദ സീസണായി മാറാൻ ലയണൽ മെസ്സിക്ക് കഴിയും. ലയണൽ മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം റിട്ടയർഡ് ആകുന്നത് വരെ അദ്ദേഹത്തിന് ഏത് ലീഗിലും ആ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറാൻ കഴിയും. അദ്ദേഹത്തിന് ആ ലെവൽ ഓഫ് ടാലന്റ് ഉണ്ട്, ആ ലെവലിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോഴും 38-ാം വയസ്സിൽ പോലും ലയണൽ മെസ്സിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആണ്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് ലയണൽ മെസ്സി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 38-ാം വയസ്സിലെ ലയണൽ മെസ്സിയുടെ സ്റ്റാറ്റ്സ് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഈ ഒരു പ്രായത്തിൽ ഇത്ര മികച്ച പെർഫോമൻസ് എങ്ങനെയാണ് ഒരാൾക്ക് നടത്താനാകുന്നത്? 2025-ലെ ലയണൽ മെസ്സിയുടെ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് 54 മത്സരങ്ങളിൽ നിന്ന് 28 അസിസ്റ്റും 46 ഗോളുകളുമാണ് എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നും. അതായത് 38-ാം വയസ്സിൽ ഒരു വർഷത്തിൽ 74 ഗോൾ കോൺട്രിബ്യൂഷൻ, ഒരു കലണ്ടർ ഇയറിൽ 74 ഗോൾ കോൺട്രിബ്യൂഷൻ നേടുക എന്ന് പറയുന്നത് ഒരു താരം, ഒരു പ്രൈം ഏജിൽ കളിക്കുന്ന ഒരു താരത്തിന് പോലും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു നേട്ടമാണ് ലയണൽ മെസ്സി ഈസി ആയിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 38 വയസ്സിൽ എന്നാണ് ഇപ്പോൾ ഈ ഒരു മുൻ താരം, അതായത് മുൻ MLS താരം പറഞ്ഞിട്ടുള്ളത്. 2026-ൽ ലയണൽ മെസ്സിയുടെ മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ട്. വേൾഡ് കപ്പ് ഇയർ ആണ്. അത് മാത്രമല്ല MLS-ന് പുറമെയുള്ള കോമ്പറ്റീഷനുകളിലും കോണ്ടിനെന്റൽ ട്രോഫീസിലും ഇന്റർ മയാമിക്ക് കപ്പടിക്കണമെന്നൊരു ലക്ഷ്യമുണ്ട്. അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിഷോ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ലയണൽ മെസ്സി ഇല്ലെങ്കിൽ ഒരു ട്രോഫി പോലും ഇന്റർ മയാമി സ്വന്തമാക്കത്തില്ല. ഇപ്പോൾ ഇന്റർ മയാമിക്കുള്ളത് 4 ട്രോഫികളാണ്. എണ്ണം പറഞ്ഞ 4 ട്രോഫികൾ. MLS ലീഗിലെ ഏറ്റവും വലിയ ട്രോഫി മുതൽ ഏറ്റവും ചെറിയ ട്രോഫി വരെ ലയണൽ മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി നേടിക്കൊടുത്തു. ഈ എല്ലാ ടൂർണമെന്റുകളിലും ആ ഒരു ട്രോഫി നേടുന്നതിൽ വലിയ പങ്ക് ലയണൽ മെസ്സി വഹിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ ഒരു ഇമ്പാക്റ്റ് എല്ലാ മാച്ചിലും എല്ലാ കോമ്പറ്റീഷനുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. MLS എന്ന ലീഗ് പണ്ട് മുതലേ വലിയ സൂപ്പർ താരങ്ങൾ വരുന്ന ലീഗാണ്. അവിടെ ബെക്കാം, അതുപോലെ തന്നെ ഫ്ലാറ്റൻ, ഇങ്ങനെ തുടങ്ങി കുറേ സൂപ്പർ താരങ്ങൾ, വെയിൻ റൂണി വരെ വന്ന് കളിച്ചിട്ടുള്ള ഒരു ലീഗാണ്. എന്നാൽ അവരൊന്നും വന്നപ്പോഴുള്ള ആ ഒരു ലെവലല്ല ഇപ്പോൾ ഉള്ളത്. ലയണൽ മെസ്സി MLS-ന്റെ ലെവൽ തന്നെ മാറ്റി. അവർ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഇമ്പാക്റ്റിനേക്കാൾ മെസ്സിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റോബ് എൻഷോ എന്ന ഈ ഒരു വെയിൽസിന്റെ, അതുപോലെ തന്നെ MLS-ൽ പല ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിൽ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.